കണ്ണൂരിൽ വിനോദയാത്രയ്ക്കിടെ ഉണ്ടായ തർക്കത്തിന്റെ പേരിൽ +2 വിദ്യാർത്ഥികളെ അധ്യാപകരും സുഹൃത്തുക്കളും ചേർന്ന് മർദ്ദിച്ചെന്ന് പരാതി. പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേറ്റത്. വിദ്യാർത്ഥികളുടെ പരാതിയിൽ അധ്യാപകൻ ലിജോ ജോണിനും സുഹൃത്തുക്കൾക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. വിനോദയാത്രയ്ക്കിടെ ഉണ്ടായ തർക്കം പരിഹരിക്കാനെന്ന പേരിൽ വിദ്യാർത്ഥികളെ പഴയങ്ങാടിയിൽ വിളിച്ചുവരുത്തി ലിജോ ജോണും സുഹൃത്തുക്കളും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. സ്കൂളിൽ ടൂർ പോയി. ഇപ്പോൾ ലാസ്റ്റ് ദിവസം ഒരു DJ പാട്ട് നടത്തി സ്കൂളിൽ നിന്ന്. അപ്പോൾ ഒരു കുട്ടിക്ക് അതിൽ പ്രശ്നം വന്ന് മാഷ് എന്തോ ആക്കിയെന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ ചോദിക്കാൻ പോയി മാഷിനോട്. അപ്പം അതിനിടയ്ക്ക് ചെറിയ സംഘർഷം ഉണ്ടായി. മാഷിൻ്റെ കോളർ പിടിക്കാൻ പോയി, പക്ഷേ തൊട്ടില്ല. മാഷിൻ്റെ മേത്ത് തൊട്ടിട്ടും കോളർ പിടിച്ചിട്ടില്ല. അപ്പോൾ അതവിടെ മൊത്തീർപ്പാകാൻ വേണ്ടിയിട്ട് ഫുള്ള് മാഷിനോടുള്ള സോറി പറഞ്ഞ് കാല് വരെ പിടിച്ചു. മാഷിൻ്റെ അങ്ങനെ ആക്കി എല്ലാം സോൾവ് ആയിട്ട് നമ്മൾ നാട്ടിലെത്തിയിട്ട് മാഷ് പറഞ്ഞ് ഇതൊന്ന് നോക്കി, ആ കേസ് എന്തായിട്ട് കൊടുക്കും ഇപ്പം എന്നൊന്ന് 6 മണി മുമ്പ് വിളിക്കണം, എന്നാലും അതൊന്ന് അളവാക്കി തരാം. അപ്പം അങ്ങനെ 6 മണി മുമ്പ് വിളിച്ചാലും പറഞ്ഞ് നീ ഒന്ന് പഴയങ്ങാടിയിലേക്ക് ഇറങ്ങും 3 നാൾ. അങ്ങനെ പഴയങ്ങാടിയിലേക്ക് പോയി. ഇപ്പം മാഷ് പറഞ്ഞ് കുറച്ചങ്ങാട് എടുക്കാൻ വരുന്നുണ്ട്. നമ്മൾ കുറച്ചങ്ങാട് അധികം ഉണ്ട്. കുറച്ച് മുമ്പോട്ട് നടന്നേരം മാഷ് വന്നാണ് ഒരു സുഹൃത്തുണ്ടായി ബാക്കിൽ. അപ്പം 3 പീസ് പോകാൻ കഴിഞ്ഞു. നമ്മൾ 2 ആളെ നിർത്തിയിട്ട് ഇന്നലെ മാത്രം കൂട്ടിക്കൊണ്ട് പോയിട്ട് നമ്മൾ വിളിച്ചു, എന്താ ഭാഷ വരാത്ത അവനെന്താക്കി ചോദിച്ചു. അപ്പം നിങ്ങളുടെ വീടിൻ്റെ ഇങ്ങോട്ട് ഞാൻ വണ്ടി അയക്കാറിട്ട് രണ്ടാമത് സുഹൃത്ത് ഒറ്റയ്ക്ക് വണ്ടിയിൽ വന്ന് നമ്മളെ 2 ആളെയും കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഇവനാടെ ചെറിയ കാര്യങ്ങൾ നമുക്ക് തീർന്നു. നമുക്ക് മനസ്സിലായി ഇതാകാൻ തുടങ്ങി. പിന്നെ ആളെ പറയുന്നില്ല, അടിക്കും. നല്ല അടി അടിച്ച് നമ്മളെ മട്ടൽ കഷ്ണം ഉണ്ടായി. മട്ടൽ കഷ്ണം പിന്നെ മുളവടി പോലത്തെ വലിയ വടി, മരത്തിൻ്റെ ഒരു വടിയല്ലേ നല്ല, പിന്നെ ഇരുമ്പിൻ്റെ ഉണ്ടായെന്ന് തോന്നറിയില്ല. അതിനെ കൊണ്ട് അടിച്ച് ഒന്നും തിരിയുന്നില്ല, ഇരുട്ടാണ്ടേ നല്ല അടി അടിച്ച്. പക്ഷെ നമുക്ക് മുഖം കറക്റ്റ് അറിയാം, 4 ആളെ മുഖം കറക്റ്റാൻ വേണ്ടി